ഇന്ന് നമ്മൾ റിയൽ ഗ്യാസ് ആൻഡ് ഐഡിയൽ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിക്കാത്തത് എപ്പോൾ? ഓക്കെ, ഏത് കണ്ടീഷനിലാണ് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യാത്തത് എന്നാണ് ചോദ്യം. ഓക്കെ, ഉയർന്ന ഊഷ്മാവിലാണോ, കുറഞ്ഞ പ്രഷറിലാണോ, ഉയർന്ന പ്രഷറിലാണോ, ഇതൊന്നുമല്ല. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എന്താണ് റിയൽ ഗ്യാസ് ആൻഡ് ഐഡിയൽ ഗ്യാസിന്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡിയൽ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എല്ലാ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചറിലും പ്രഷറിലും നമ്മുടെ ഗ്യാസ് ലോസ് എല്ലാം ഒബേ ചെയ്യുന്ന തരത്തിലുള്ള വാതകങ്ങളെയാണ് നമ്മൾ ആദർശവാതകങ്ങൾ അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എല്ലാ താപനിലയിലും മർദ്ദത്തിലും ആദർശവാതകങ്ങൾ അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസസ് എല്ലാ വാതക നിയമങ്ങളും അനുസരിക്കുന്നു. ഓക്കെ, എന്നാൽ റിയൽ ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം അവര് ലോ പ്രഷർ കണ്ടീഷനിലും ഹൈ ടെമ്പറേച്ചർ കണ്ടീഷനിലും മാത്രമേ വാതക നിയമങ്ങൾ അനുസരിക്കുന്നുള്ളൂ. ഓക്കെ, റിയൽ ഗ്യാസസിനെ സംബന്ധിച്ചിടത്തോളം ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻസിൽ മാത്രമേ അവര് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വാതക നിയമങ്ങൾ അനുസരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ താഴ്ന്ന മർദ്ദത്തിലും ഉയർന്ന താപനിലയിലും യഥാർത്ഥ വാതകങ്ങൾ വാതക നിയമങ്ങൾ അനുസരിക്കുന്നു. ഓക്കെ, അങ്ങനെ ആയിരുന്നെങ്കിൽ നമ്മുടെ ചോദ്യം എന്തായിരുന്നു? റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിക്കാത്തത് എപ്പോഴ് എന്നാണ് ചോദ്യം. ഓക്കെ, അനുസരിക്കുന്നത് എപ്പോഴാണെന്ന് നമ്മൾ പറഞ്ഞു, ലോ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ കണ്ടീഷൻ അല്ലെ. അപ്പം ലോ പ്രഷർ കുറഞ്ഞ പ്രഷറിലും ഹൈ ടെമ്പറേച്ചർ ഉയർന്ന ഊഷ്മാവിലും എന്ത് ചെയ്യുന്നുണ്ട്? റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അനുസരിക്കാത്തത് എപ്പോഴാണ്? ഉയർന്ന പ്രഷറിൽ. ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ.